തൃശ്ശൂർ പൂരത്തിൻ്റെ ആനകളുടെ സംരക്ഷകൻ ഡോക്ടർ ഗിരിദാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വീണ്ടും തൃശ്ശൂർ പൂരം കലക്കാൻ പോവുകയാണോ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? തൃശ്ശൂർ പൂരം കലക്കാൻ വെച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു. തൃശ്ശൂർ പൂരത്തിൽ NGOകൾ എന്നൊരു ഗ്രൂപ്പുണ്ട്. അവർ നമ്മുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവങ്ങൾ അതിലൊക്കെ കടന്നു കയറുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ കുറച്ച് കാലം മുന്നേ കണ്ടത്. നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ട്രഡീഷൻസ്, കൾച്ചർ, ഇതൊക്കെ അത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇന്നലെയും വന്നതല്ല. നമ്മുടെ പിതാമഹന്മാർ നമുക്ക് വേണ്ടി ഒരുപാട് 1400 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം, അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന തൃശ്ശൂർ പൂരം. ആറാട്ടുപുഴ പൂരത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ഒരു കൂട്ടായ്മ, അതായത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയും അത് ആ ഒരു കൂട്ടായ്മ നിലനിർത്താനായിട്ട് ഒരു മൈക്രോ ഇക്കണോമിക് പവർ അതിനുണ്ട്. സാധാരണ ജനങ്ങളിലേക്ക്, വലിയവരിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്ക് പണം എത്തിക്കുന്ന ഒരു ഫണ്ടിങ് സിസ്റ്റം കൂടി അവിടെയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോ ഉത്സവകാലം കാണുന്നത്. ഒരു ഉത്സവകാലം കഴിയുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപാട് പേരിൽ നിന്ന് സഹായം കിട്ടുന്ന ഒരു രീതിയാണ് അത്. നേരിട്ട് നമ്മളിപ്പോൾ തൊഴിലുറപ്പിന് പൈസ കൊടുക്കുന്നത് മാതിരിയല്ല. ഇത് ഓരോരോ സെക്ഷനിൽ അങ്ങനെയാണ് ഉത്സവങ്ങളുടെ ഒരു പരിണാമം വന്നിട്ടുള്ളത്. അത്തരം ഉത്സവങ്ങൾ നമ്മുടെ നാടിൻ്റെ യശസ് ഉയർത്താനുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം അറിയപ്പെടുന്ന അറിയപ്പെടുന്ന എങ്ങനെയാണ്? യുനെസ്കോയിൽ അംഗീകാരമുള്ളതാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ ആ തൃശ്ശൂർ പൂരത്തിനെ തകർക്കാനായിട്ട് കുറേ NGOകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഹൈക്കോടതിയിൽ അവർ ആനകളെ 3 മീറ്റർ അകലെ നിർത്തി എഴുന്നള്ളിക്കണം. അങ്ങനെ 3 മീറ്റർ നിർത്തി കഴിഞ്ഞാൽ തെക്കോട്ട് ഇറക്കാൻ അങ്ങനെ 7 ആനയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചടങ്ങിനെ അവർ ഏതൊക്കെ രീതിയിൽ തുരങ്കം വെക്കാമോ എന്നൊക്കെ നോക്കിയതാണ്. പിന്നെ അതാ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയാണ് അത് ഇടപെട്ടത്. സുപ്രീം കോടതി പറഞ്ഞു, എങ്ങനെയാണ് ആചാരങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് അവിടെ പൂരം നടക്കുന്നത്, അതുപോലെ നടക്കട്ടെ. അപ്പം 3 മീറ്റർ നിർത്തണമെന്ന് പറയുന്നത് ശാസ്ത്രീയമാണോ? അല്ല, അത് 3 മീറ്റർ അവർ പറഞ്ഞു. ആനയും തമ്മിൽ 3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ്. അല്ല, അത് NGO പറഞ്ഞ ഇതാണ്. അത് ആളുകളങ്ങ് അപ്പം അവരുടെ ഉള്ളിൽ എന്താ, തൃശ്ശൂർ പൂരത്തിൽ തെക്കോട്ട് ഇറങ്ങണത് ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഒരു അമ്പലത്തിനകത്ത് 3 ആന നിൽക്കേണ്ടടുത്ത് ഒരു ആനയെ പറ്റുള്ളൂ. 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. എന്നിട്ട് ഞാനത് നേതൃത്വം കൊടുത്ത് തൃശ്ശൂർ ജില്ലാ ഘടകത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി അടുത്ത് ഞങ്ങൾ 3 ആനനെ കൊണ്ട് നിർത്തി. നമ്മൾ കുമ്മായൊക്കെ വരച്ച് 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിർത്തി. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ആളുകൾ പോവുക, ജീപ്പ് വരെ കടന്നു പോകും. പെട്ടെന്നൊരു എമർജൻസി ആംബുലൻസ് ഒന്ന് രണ്ട് ആനയുടെ കൂടെ ആന കടന്നു പോകും, ആനയുടെ വണ്ടി കടന്നു. അപ്പോൾ അതൊരു ഭംഗിയല്ല എന്ന് പറഞ്ഞിട്ടാണ് DMCയിൽ നമ്മൾ തീരുമാനിച്ചിട്ട് മാറ്റിയത്. പക്ഷേ NGOകൾ ഇപ്പോഴും സുപ്രീം കോടതിയിലും വലിയ വക്കീലന്മാരെ ഫീസ് കൊടുത്തിട്ട് അവർ പറഞ്ഞു തൃശ്ശൂർ പൂരം എങ്ങനെയും കലക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഹൈക്കോടതിയിൽ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമാണല്ലോ ഈ പൂരം കലങ്ങിൽ വന്നത്. കാരണം ഹൈക്കോടതി ഇപ്പോൾ പോലീസിൻ്റെ MR അജിത് കുമാറോ അല്ലെങ്കിൽ അങ്കിത അശോകനൊന്നല്ല പൂരം കലക്കിയത് ശരിക്കും പറഞ്ഞാൽ കോടതി നിർദ്ദേശം പ്രകാരം തെക്കോട്ട് ഇത്ര പേരെ പാടുള്ളൂ എന്ന് അന്നത്തെ കമ്മീഷണറായ അങ്കിത അശോകനെ വിളിച്ച് പറയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അത്ര പരിചയമുള്ള ആളുകളല്ല, അന്ന് കൂടെ ഉണ്ടായിരുന്ന DYSPമാരും അത്ര പരിചയക്കാരല്ല. കാരണം അന്ന് ഇലക്ഷൻ സമയമായതുകൊണ്ട് പുതിയ ആൾ. അപ്പോൾ അങ്കിത അശോകൻ ചെയ്തത് എന്താ, ആ തെക്കോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ കൂടാതിരിക്കാൻ വടക്കുന്നാഥൻ്റെ മുൻവശത്ത് തന്നെ ആളവിടെ നില ഉറപ്പിച്ചുകൊണ്ട് ആരും കടത്തി വിടാതെ നോക്കി. ആ സമയത്ത് എന്താ ഉണ്ടായത്, പനമ്പട്ട പാപ്പാമാരെ വന്നപ്പോൾ അവരും വലിയ കടത്തി വിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങിയ ആ പ്രശ്നം. അന്ന് കാലത്ത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആളുകൾ വന്നപ്പോൾ കയറ്റി വിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങി പ്രശ്നം. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോൾ വീണ്ടും അവിടെ അറിയാലോ, വെടിക്കെട്ടിൻ്റെ നേരമായപ്പോൾ അവർ വളഞ്ഞു വെച്ചു. പക്ഷേ തെക്കേമടത്തിൽ നിന്ന് തിരുവമ്പാടിയുടെ ഭഗവതിക്ക് വരേണ്ട സമയമാണ്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ അടച്ചുകൂട്ടാൻ പാടുള്ളൂ. അവിടെ വെച്ചിട്ടാണ് വീണ്ടും പന്തലിൽ ലൈറ്റ് കെടുത്തുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതൊരു എന്താ പറയുക, രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ചെയ്തതല്ല. അവരാരുമില്ല, അവർ ഇലക്ഷൻ സമയമല്ലേ, അവർക്ക് ആർക്കും അവിടെ പങ്കില്ല. പക്ഷേ ഇത് കോടതിയുടെ NGO നിലപാടുകളുടെ ഭാഗമായിട്ട് അന്ന് തടഞ്ഞു. ഈ അങ്കിത അശോകനെ കോടതി വിളിച്ചു വരുത്തിയിട്ട് പറയണതാണ്. അല്ലാതെ ഇങ്ങനെ വേണം അവിടെ അത്ര പേര് പാടില്ല, അത് പറയിപ്പിക്കുന്നതാരെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആളുകൾ വാദിക്കുന്നുണ്ടല്ലോ, അവരാണത് പറയണത്. മനസ്സിലായി? ഗവൺമെൻറ്റിൻ്റെ GPമാരുണ്ടാവുമല്ലോ, അവർ നിർദ്ദേശം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അന്നത്തെ ആ പൂരം ചടങ്ങ് കുളമാക്കിയത്. അത് പക്ഷേ
അവരുടെ NGOയുടെ ആക്ടിവിറ്റി ആണെന്ന് തിരിച്ചറിയാൻ ആരും തയ്യാറാവില്ല. അതിന് എം.ആർ. അജിത് കുമാറിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറ്റം ചെയ്തവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അങ്ങ് ഈ ആനകളെ പരിശോധിക്കാൻ തുടങ്ങിയത് പൂരത്തിന് വരുന്ന ആനകളെ എല്ലാം പരിശോധിക്കുന്നത് ഡോക്ടറാണല്ലോ. അല്ല, എല്ലാ ആനകളും നമുക്കറിയുന്ന ആനകളാണല്ലോ. ഇപ്പം നമ്മൾ ഏകദേശം തൃശ്ശൂർ പൂരത്തിനൊരു 100-നടുത്തുള്ള ആനകളാണ് ഉണ്ടാവുക. 90 വരെ ആനകളുണ്ട്. ഈ ആനകളെയൊക്കെ നമ്മൾ നേരത്തെ പരിചയമുള്ള ആനകളാണ്. പിന്നെ തൃശ്ശൂർ പൂരത്തിന് ഒരിക്കലും പുതിയതായിട്ടുള്ള അവസരം കിട്ടുന്ന ആനകൾ കുറവായിരിക്കും. കാരണം 10 വർഷമൊക്കെ പരിചയസമ്പന്നത ആനകളാണ് നമ്മൾ തെക്കോട്ട് ഇറങ്ങാനായിട്ട് അവിടെ കൊണ്ട് നിർത്തുള്ളൂ. അതെന്ന് വെച്ചാൽ ആനകൾക്ക് ആരവം കണ്ടാലും പേടി വരാത്തതും സ്നേഹമുള്ളതും അനുസരണയുള്ള ആനകളെയാണ് നമ്മൾ തെക്കോട്ട് ഇറക്കാനായിട്ട് ലിസ്റ്റ് തരുമ്പോൾ 15 നമ്മൾ അത്രയും സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് സെലക്റ്റീവായിട്ട് അവൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചിട്ട് ഈ മുൻകാലങ്ങളിൽ പ്രശ്നമൊന്നുമില്ലാത്ത ആനകളെയാണ്. അതെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കി വിടല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസ് അവിടെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ കുറേ ആനകൾ വന്ന് അവിടെ നിർത്തല്ല. ഈ ആനയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? 12 മണിക്ക് ആരംഭിച്ച പൂരം അവസാനിച്ച് 6:30 വരെയാവും. ഇത്ര നേരം നിൽക്കാനായിട്ടുള്ള ശേഷിയുണ്ടോ? അങ്ങനെ കുടമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ മാതിരി ചെറിയൊരു കാര്യമല്ല. ഒരു കുട വരുന്നു, അപ്പോഴേക്ക് അടുത്ത കുട വരുന്നു, അതൊരു ബഹളമുണ്ട് അവിടെ ശരിക്കും. എന്താ പറയുക, ആ ബഹളത്തിനെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ആനകളെ മാത്രമേ നമ്മൾ ആ 15 ആനയിൽ നിർത്തുള്ളൂ. അങ്ങനെ 2 സൈഡിൽ 30 ആന വേണം. ആ 30 ആനകളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആനകളാണ് ഇപ്പം എൻ്റെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ ഒരു 30 വർഷമായി എൻ്റെ അധ്യാപകരുണ്ട്. പണിക്കർ സാറ്, കൈമള സാറ്, ചീരാൻ സാർ. ഇവരാണ് അന്ന് കാലത്ത് ഈ ആനകളെ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുമ്പോൾ എല്ലാം നോക്കുക. അവരുടെ കൂടെ നടന്ന എൻ്റെ ഈ 32 വർഷത്തെ പരിചയം വെച്ചിട്ട് അവർ നമുക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. ആനകൾ ഇങ്ങനെയായിരിക്കണം. നമുക്കവിടെ പേഴ്സണൽ ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ഒന്നുമില്ല. ആനകൾ ജനങ്ങൾക്ക് അപകടമില്ലാത്ത ആനകളായിരിക്കണം അന്നത്തെ തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കാൻ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എൻ്റെ ആനനെ തൃശ്ശൂർ പൂരത്തിന് പങ്കെടുപ്പിക്കണമെന്ന്. പക്ഷെ അത് നമ്മൾ സാധിക്കില്ല. കാരണം പരിചയസമ്പന്നമായ സ്ഥിരപരിചയമുള്ള ആനകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പം ഈ പരിശോധിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നാണോ അങ്ങേ ശരിക്കും മാറ്റിയത്? അല്ലല്ല, എന്നെ അങ്ങനെ മാറ്റിയതല്ല. പൂരം കലക്കലിൻ്റെ ഭാഗത്തിൻ്റെ ഇതും പൂരങ്ങൾ ഇനി ഉണ്ടാവില്ലല്ലോ. ഇപ്പം തൃശ്ശൂരിൻ്റെ ഒരു രീതിയുണ്ട്. തൃശ്ശൂരിൽ നമ്മളിപ്പോൾ 10-32 വർഷമായിട്ട് തൃശ്ശൂരിൽ വർക്ക് ചെയ്യുന്ന പൂരങ്ങളുടെ പുറകിൽ കഴിഞ്ഞ തവണ ഈ പറഞ്ഞ ഹൈക്കോടതി കേസിന് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഞാനും ദേവസ്വങ്ങളുടെ സഹായത്തോടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ സഹായത്തോടെ ഉടമസ്ഥരുടെ സഹായത്തോടെയാണ് ഈ കേസ് നമ്മൾ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷാണ് നമ്മുടെ അഡ്വക്കേറ്റായിട്ട് അവിടെ എന്താ പറയുക കേസെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ആ കേസ് സുപ്രീം കോടതിയിൽ ചെയ്യുന്നതും. അതിൻ്റെ കൂടെ അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കപിൽ സിബൽ സാറാണ് ആ കേസ് നമുക്ക് വേണ്ടി വാദിച്ചത്. അപ്പോൾ ആ കപിൽ സിബൽ സാറ് വാദിക്കുമ്പോൾ അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ പൂരങ്ങൾ നടക്കില്ല. ഇനി കേരളത്തിലെ എല്ലാ പൂരങ്ങളെയും 3 മീറ്ററിൻ്റെയും മറ്റു കുറേ നിബന്ധനയുടെ ഭാഗമായിട്ട് നടക്കാതെ പോകുന്നൊരു സമയത്താണ് നമ്മൾ പറഞ്ഞു അതല്ല ശരി, നമുക്കിത് ചെയ്യണം എന്നങ്ങനെ നമ്മളതിൻ്റെ ഫ്രെയിം വർക്ക് നടത്തി. അതിൽ നന്നായി സഹായിച്ച അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ്. അദ്ദേഹം ഇരുന്ന് പഠിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിച്ച് അത് കൃത്യമായിട്ട് കപിൽ സിബലിലേക്ക് എത്തിക്കുകയും കപിൽ സിബൽ സാർ അത് കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ചതിന് ശേഷമാണ് ആ വിധി വന്നത്. വിധി വരുമ്പോൾ തന്നെ NGOകൾ വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തു. അപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആന ആളുകളെ ഉപദ്രവിക്കും, ആനകളെ കൊല്ലും, അതുകൊണ്ട് അപ്പോൾ അവർ ജഡ്ജി പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകണ്ട, അതിന് താല്പര്യമുള്ളവർ പോയാൽ മതി. അതോടൊപ്പം തന്നെ പറഞ്ഞു അവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ജഡ്ജി ചോദിച്ച ചോദ്യമുണ്ട്, അതിന് ഹിമാലയത്തിലല്ലല്ലോ കേരളം എന്നാണ് ഒരു ചോദ്യം. അത് നമ്മൾ ആ കോടതിയിൽ നമ്മൾ നമുക്ക് കേൾക്കാം. അത്രയും വളരെ മനോഹരമായിട്ട് അവർ പറഞ്ഞ് ഫലിപ്പിച്ച് ആ കേസ് അനുകൂലമാക്കി ഹൈക്കോടതിയുടെ വിധികളെ മാറ്റിമറിച്ചിട്ടാണ് നമുക്ക് ഈ തൃശ്ശൂർ പൂരമൊക്കെ നടത്താൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഒരു നല്ല കാര്യം ഇല്ലാണ്ടാക്കുന്നത്? അപ്പോൾ ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ പുറകിലുണ്ട്. അവരുടെ നിറസാന്നിധ്യം കൊണ്ടാണ് അവർ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യും. ആ ടാർഗറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാലത്ത് 2018 NGOകളുടെ ഒരു ടാർഗറ്റായിരുന്നു ഞാനും. എന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ തൃശ്ശൂർ പൂരത്തിനെ ടാർഗറ്റ് ചെയ്തിരുന്നു. പിന്നെ തെച്ചിക്കോട്ട് രാമനെ ടാർഗറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ ഏറ്റവും എന്നെയും ഞാനാണ് ഇവരെ കൂടെ നിൽക്കുന്നത്. തിരിച്ചാൽ എന്നെ അവർ കേരള ഫോറസ്റ്റിനെ കൊണ്ട് എന്നെ ബാൻ ചെയ്യിച്ചു. ഡോക്ടർ ഗിരിദാസ് വർഷങ്ങളായിട്ട് ആനയിൽ പഠനം നടത്തി പഠിച്ചു വരുന്ന എന്നെ പാടില്ല എന്നൊരു വിധി ഇട്ടു, ഒരു ഓർഡർ ഇട്ടു. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ അവരത് പിൻവലിച്ചു. ഞാനത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും കൂടെ ചെയ്തു. അപ്പോൾ ഇത് സിസ്റ്റവും ആ കൾച്ചറും ട്രഡീഷനും നിലനിൽക്കാനായിട്ട് എൻ്റെ അധ്യാപകർ അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന തൃശ്ശൂരിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിൽ കണ്ടിട്ട് അത് അടുത്തൊരു തലമുറയ്ക്ക്, അപ്പം എന്നോട് എൻ്റെ അധ്യാപകർ പറഞ്ഞത് ഇത് നിലനിർത്തണമെങ്കിൽ നിൻ്റെയൊക്കെ
താല്പര്യങ്ങളാണ്. നല്ല 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 താല്പര്യങ്ങളുണ്ടെങ്കിൽ നിലനിൽക്കുള്ളൂ. ഇതിനെതിരെ നിൽക്കലല്ല, അതിനോട് കൂടെ നിന്ന് ദേവസ്വങ്ങളോട് കൂടെ നിന്ന് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. അതന്നെ നമ്മൾ ചെയ്തതും. പക്ഷേ ഇത്തരം കോടതി വിധികൾ വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അത് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത്, വലിയ വലിയ പണം മുടക്കുന്നത് NGOകളാണ്. അപ്പോൾ NGOയ്ക്കെതിരെ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ NGOയ്ക്ക് ഞാനൊരു ഗവൺമെൻറ് സർവൻ്റ് എന്ന നിലയ്ക്ക് എന്നെ അവർക്ക് പല രീതിയിൽ ബുദ്ധിമുട്ടിക്കാം. കാരണം ദിവസത്തിൽ ഒരാഴ്ചയിൽ രണ്ട് കംപ്ലൈൻറ്റെങ്കിലും നമ്മുടെ പേരിൽ അവർ കൊടുക്കും. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോയി അറിയാതെ പറഞ്ഞു പോയാൽ മതി, NGOകളുടെ നിലപാട് അവൻ നിലപാട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പരാതി അയക്കും, ഡോക്ടർ ഗിരിദാസ് NGOയ്ക്കെതിരെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് വന്നപ്പോഴാണ് പിന്നെയാണ് നമുക്കൊരു സ്ഥലം മാറ്റം വന്ന് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ആളുകളെ കണ്ടു, മന്ത്രിയെ കണ്ട് ചോദിച്ചത് ഞാനല്ല, വേറെ ദേവസ്വങ്ങളാണ് എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തത്. പക്ഷേ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തില്ല. ഞാൻ എൻ്റെ VRSലേക്കുള്ള യാത്ര അവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പൂരത്തിനൊപ്പം തന്നെ, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി തന്നെ നിലകൊള്ളും, പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനം രാജിവെച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ തൃശ്ശൂർ പൂരമാണ് എൻ്റെ മനസ്സിൽ. ജോലി സെക്കൻഡറി ആയിരുന്നു, അതിനുവേണ്ടി നിലകൊള്ളുക. ജോലി ഇപ്പോൾ നമുക്ക് വേറെ എവിടെയും ജോലി കിട്ടും, നമുക്ക് ജോലിക്കല്ല പ്രശ്നം. ജോലി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായാൽ മതി, ഒരു വില്ലുണ്ടായാൽ മതി. അതിന് ഗവൺമെൻറ്റിൽ ഇരുന്ന് ചെയ്യാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചു. ഇനി അതിൽ നിന്ന് മാറി ഇരുന്ന് ചെയ്യേണ്ട ഇതിൽ നമ്മൾ മാറി ഇരുന്ന് ചെയ്യും. പക്ഷേ നമ്മൾ തൃശ്ശൂർക്കാരനായി കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം നടത്തിയിരിക്കും. പുതിയ ആനകൾ വരാനായിട്ട് നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് 2018 മുതൽ ആ ശ്രമം ആരംഭിച്ചു. 2022 ആനകളെ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ഓർഡർ സെൻട്രൽ ഗവൺമെൻറ് ഇറക്കി. പക്ഷേ ഇപ്പോഴും കേരള ഗവൺമെൻറ്റിന് ആനേനെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. കാരണം സാങ്കേതികമായിട്ട് അവർ പറയണത് ആന നിരോധിച്ചിട്ടുള്ള ഒരു മൃഗമാണ്, അതുകൊണ്ട് നിരോധനത്തിൽ നിൽക്കുകയാണ്. പിന്നീട് അതിൻ്റെ തൊട്ട് താഴെ പറയേണ്ടവർ ആനയെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അത് വെച്ച് നിർബന്ധിത കർശന ഇതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞ മാസം, അത് ജനുവരി മാസം, നമ്മൾ തിരുവമ്പാടി ദേവസ്വം പാറമക്ക ദേവസ്വം കൂടി ഒരു പരാതി കൊടുത്തു. മുഖ്യമന്ത്രി അവിടെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു, ആനയെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു അനുവാദം. മറ്റുള്ള ഇവിടെ നിന്ന് ആന പിടിക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചു തരിക. എത്രയോ നാട്ടാന, കാട്ടാന, മനുഷ്യ സംഘർഷം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരു 10-50 ആനേനെ കേരള ഗവൺമെൻറ് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആനയുടെ ക്ഷാമം തീരും ചെയ്യും, എക്കണോമി നമ്മുടെ ഖജനാവിൽ പണം വരും ചെയ്യും, സംഘർഷം തീരും ചെയ്യും. പക്ഷെ അതിന് പകരം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നിലയ്ക്കും ഒന്നിനും സഹകരിക്കില്ല. അവരുടെ രീതി അതാ. അവരൊരു NGO മൈൻഡ് സെറ്റിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്നാ വേണ്ട ആസാമിൽ നിന്നോ അരുണാചൽ പ്രദേശിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ ആനയെ കൊണ്ടുവരാമെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ അപേക്ഷ അവർ സ്വീകരിക്കില്ല. ഇപ്പോൾ ഒരു വ്യക്തി അമ്പലത്തിലേക്ക് നല്ലൊരു അപേക്ഷ കൊടുത്തു. അപ്പോൾ അതിന് കാരണം അത് പ്രൊവിഷണൽ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞത്. സാധാരണ ഒരു ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷണലോ ഒറിജിനലോ അത് പിന്നീടുള്ള കാര്യം. ആന കാട്ടാനയാണോ നാട്ടാനയാണോ എന്ന് മാത്രമേ അദ്ദേഹം നോക്കണ്ടൂ. അതിന് പിന്നെ അതിന് DNA പ്രൊഫൈൽ നടത്തുന്നുണ്ട്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് DNA പ്രൊഫൈൽ നടത്തുന്നുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു NOC കൊടുക്കാം. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആനനെ കൊണ്ടുവരുന്നത് ഫോറസ്റ്റാണ്, വളർത്തുന്നതും ഫോറസ്റ്റാണ്, നോക്കുന്നതും ഫോറസ്റ്റാണ്, ഉത്സവത്തിന് പറഞ്ഞ ഫോറസ്റ്റാണ് എന്നൊരു മനോവികാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് മാറണം. ഇതാരെങ്കിലും ഒരാൾ അവിടെ നിന്ന് ഒരു ആന കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു 10-50 ആന നാട്ടിൽ വന്നില്ലെങ്കിൽ ഇപ്പോഴുള്ള ആനകളുടെ സ്ഥിതിയും കൂടി ഭയങ്കര കഷ്ടത്തിലാവും. കാരണം ഓവർലോഡും ഓവർ ഹാർഡ് വർക്കും ഇതൊക്കെയാണ്. അതായത് ഇത്തവണത്തെ പൂരത്തിൻ്റെ സ്ഥിതി എന്താവും? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള? ഇപ്രാവശ്യത്തെ ആനകൾ അത്ര എണ്ണം കുറവുണ്ടാവില്ല. ഇനി വരുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ അതല്ല, അങ്ങേ ഒഴിവാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഗൂഢ ഉദ്ദേശം എന്താണ്? അല്ല, അവർക്ക് എപ്പോഴും ഇതിന് കൂടെ നിൽക്കുന്ന ആളുകളെ തളർത്തിയാലല്ലേ അടുത്ത സ്റ്റേജിൽ. ഇപ്പം ഞാൻ ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ? ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആനയുടെ പേരിൽ ഇപ്പം നമുക്കറിയാം, പണ്ട് തൊടുപുഴ വെച്ചിട്ടൊരു ഗജമേള നടത്തി. PJ ജോസഫ് മന്ത്രി ആയിരിക്കും ഒരു ഗജമേള നടത്തി. അന്ന് ആ തൊടുപുഴ പാലത്തിൻ്റെ അവിടെ സൂചി കുത്തിയിട്ട് ആനയെ ഓടിച്ചൊരു സംഭവമുണ്ട്. അപ്പം അതൊക്കെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ അതിൻ്റെ പുറകിൽ അത് ഡിസ്റ്റർബ് ചെയ്യുക. അതെപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത്. 2 വശമുണ്ട്. ഒരു കോയിൻ്റെ 2 വശമാതിരി 2 ടീമുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തവർ പങ്കെടുക്കണ്ട, ഇഷ്ടമുള്ളവർ പങ്കെടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഉത്സവമാണ്, പങ്കെടുത്താൽ. തൃശ്ശൂർ പൂരത്തിന് എല്ലാവരും വളരെ ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുന്നത്, അത് കണ്ട് ആസ്വദിച്ച് പോവുക. ഇത് പൂരം വേണ്ട, വെടിക്കെട്ടും വേണ്ട. വെടിക്കെട്ടൊക്കെ അറിയാലോ, ഇപ്പോൾ പുറ്റിങ്ങിൽ വെടിക്കെട്ട് വന്നതുകൊണ്ട് വെടിക്കെട്ടും വേണ്ട. മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ അതിൻ്റേതായ ഘടനകളുണ്ട്, ഓരോ ഉത്സവങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചടങ്ങുകളുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതൊരു ട്രഡീഷനാണ്, കൾച്ചറാണ്. അതിൻ്റെ കൂടെ യാത്രയും അതിന് നമ്മൾ ഉപോത്ഭകം അതിന് വേണ്ടി പ്രവർത്തിക്കുക. അതിനെതിരെ പ്രവർത്തിക്കുന്നതല്ലല്ലോ ശരി. അടുത്ത തലമുറയ്ക്കും വേണ്ടത് നമ്മൾ കണ്ടു, ഇനി വേറെ ആരും കാണരുത്.
ഞാൻ അവസാനം ഇനി അവസാനം എന്താ പറയുക, ഇനി കടലെടുത്ത് പൊക്കട്ടെ എന്ന് പറയുന്ന രീതി അതല്ല ശരി. നമ്മളെപ്പോഴും അടുത്ത തലമുറയ്ക്ക് കൂടി കരുതലുണ്ടാവാനായിട്ടുള്ള ശ്രമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഏൽപ്പിച്ച ഒരു ബാറ്റൺ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾക്ക് നോക്കണം, അടുത്ത ജനറേഷന് ഞാൻ ആ ബാറ്റൺ കൈമാറണമെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ. അപ്പോൾ ഈ ഇവിടെ നാട്ടിലെ എത്ര മനോഹരമായിട്ടുള്ളൊരു അവസ്ഥയാണ് മറ്റുള്ള രാജ്യത്തൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി നമുക്കറിയുള്ളൂ. ആ ഭാരതീയ സംസ്കാരം നിലനിർത്താനായിട്ട് ഞാൻ കുറേ രാജ്യങ്ങൾ കണ്ടിട്ടുള്ളത്, പക്ഷെ നമ്മുടെ സംസ്കാരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ സംസ്കാരം ലോകത്തിൽ വേറൊരിടത്തിലും കാണാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങൾ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് കൂടി പറയുക ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഊർജ്ജം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.